മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള യോദ്ധാവ് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയും അത് കർണനാണ് അല്ലെങ്കിൽ അർജുനനാണ് എന്ന്. ഇനി മറ്റു ചിലർ പറയും അത് ഭീഷ്മരാണ് അല്ലെങ്കിൽ ദ്രോണരാണ് അല്ലെങ്കിൽ ഭീമനാണ് എന്നൊക്കെ. അപ്പോഴും മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും ശക്തനാണ് എന്ന് പറയപ്പെടുന്ന മറ്റൊരു കഥാപാത്രത്തെക്കുറിച്ചിട്ട് ആരും അങ്ങനെ പരാമർശിച്ച് കേൾക്കാറില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കൽക്കി സിനിമയൊക്കെ റിലീസായി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മഹാഭാരതവുമായിട്ട് അല്ലെങ്കിൽ മഹാഭാരത യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കർണനെക്കുറിച്ചും അർജുനനെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവരോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന ഈ ഒരു പേര്, അതായത് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്ന അതിശക്തനായ ആ യോദ്ധാവിൻ്റെ പേരാരും പരാമർശിച്ച് കാണുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള മറ്റൊരു യോദ്ധാവിനെ പറ്റിയിട്ടാണ്. എന്നാൽ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ, എന്നാൽ ആ യുദ്ധം മുഴുവനായും ഒരു ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ കാണാനായി സാധിച്ച ഏക വ്യക്തിയായ, ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട പാണ്ഡവരിലെ രണ്ടാമനായ ഭീമസേനൻ്റെ പുത്രനായ ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് പാണ്ഡവരും അതുപോലെ തന്നെ കൃഷ്ണനും എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സഭയിൽ യുധിഷ്ഠിരൻ അർജുനനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര ദിവസം കൊണ്ട് കൗരവ സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്ന്. അപ്പോൾ അർജുനൻ പറയുന്നു, എനിക്ക് 3 ദിവസങ്ങൾ കൊണ്ട് കൗരവ സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്ന്. യഥാർത്ഥത്തിൽ 3 ദിവസം കൊണ്ടൊന്നും അത് പോസിബിൾ അല്ല. കാരണം കൗരവ സൈന്യം അത്രയും സ്ട്രോങ് ആണ്. മഹാമയനായ ഭീഷ്മരും യോദ്ധാവായിട്ടുള്ള അല്ലെങ്കിൽ മഹാരഥനായിട്ടുള്ള കർണനും അടക്കം, അശ്വത്ഥാമാവും എല്ലാം അടക്കം അത്രയും പ്രഗത്ഭരായ, ദ്രോണരടക്കം അത്രയും പ്രഗത്ഭരായ വ്യക്തികളുള്ള സേനയാണ് കൗരവസേന. എങ്കിലും യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യാകുലത ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് അർജുനൻ ഇങ്ങനെ പറയുന്നുണ്ട്, 3 ദിവസം കൊണ്ട് എനിക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന്. അപ്പോൾ ആ സഭയിലുണ്ടായിരുന്ന ബാർബരീകൻ എന്ന ഈ ഒരു വ്യക്തി, അതായത് ഭീമൻ്റെ കൊച്ചുമകനായ ബാർബരീകൻ, അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, അങ്ങ് എനിക്കൊരവസരം നൽകുകയാണ് എങ്കിൽ 3 അസ്ത്രങ്ങൾ എയ്യാൻ വേണ്ട അത്രയും സമയം മാത്രം കൊണ്ട് ഞാൻ മഹാഭാരത യുദ്ധം തന്നെ അവസാനിപ്പിച്ച് തരാം എന്ന്. ഇദ്ദേഹം പറയുമ്പോൾ ആരും അതൊരു വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷെ അർജുനൻ ഈ സമയം കൃഷ്ണനോട് ചെന്ന് ചോദിക്കുകയാണ്, അതായത് ബാർബരീകൻ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, തീർച്ചയായിട്ടും അവൻ പറയുന്നതിൽ സത്യമുണ്ട്, അവനതിന് സാധിക്കും എന്ന്. എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഭീമസേനൻ്റെ പുത്രനായ ഘടോത്കചനിൽ നിന്ന് പറഞ്ഞു തുടങ്ങേണ്ടി വരും. യഥാർത്ഥത്തിൽ ഈ ഘടോത്കചൻ എന്ന് പറയുന്നത് ഭീമസേനന് ഹിഡുംബി എന്നുള്ള രാക്ഷസിയിൽ ജനിച്ച പുത്രനാണ്. അപ്പോൾ ഘടോത്കചൻ ഒരു ഹാഫ് രാക്ഷസനാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഘടോത്കചൻ വിവാഹം ചെയ്തിരിക്കുന്നത് മൗർവി എന്ന് പറയുന്ന ഒരു രാജ്ഞിയെയാണ്. അതായത് പ്രാഗ്ജ്യോതിഷത്തിലെ മൗർവി എന്ന രാജ്ഞിയെയാണ് ഘടോത്കചൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഈ മൗർവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിശക്തയായ യുദ്ധതന്ത്രങ്ങൾ വളരെയധികം അറിയാവുന്ന, തർക്കശാസ്ത്രത്തിൽ വളരെയധികം തൽപരയായിരുന്ന ഒരു രാജ്ഞിയായിരുന്നു മൗർവി. അപ്പോൾ മൗർവിയെ പരാജയപ്പെടുത്തുന്ന, അതായത് യുദ്ധത്തിലും അതുപോലെ തന്നെ തർക്കശാസ്ത്രത്തിലും മൗർവിയെ പരാജയപ്പെടുത്തുന്ന വ്യക്തി ആരോ ആ വ്യക്തിയെ മാത്രം മൗർവി വിവാഹം ചെയ്യുകയുള്ളൂ എന്ന് ഒരു ശപഥം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല രാജാക്കന്മാരും മൗർവിയുമായിട്ട് ഏറ്റുമുട്ടാൻ വരികയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ഘടോത്കചൻ മൗർവിയുമായിട്ട് ഏറ്റുമുട്ടുകയും മൗർവിയെ പരാജയപ്പെടുത്തുകയും മൗർവിയും അതുപോലെ തന്നെ ഘടോത്കചനും വിവാഹിതരാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് ജനിച്ച പുത്രനാണ് ബാർബരീകൻ. അപ്പോൾ ബാർബരീകൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ അമ്മയിൽ നിന്ന് യുദ്ധതന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനിൽ നിന്ന് മായായുദ്ധവും പഠിച്ചിട്ടുണ്ട്. അതായത് രാക്ഷസന്മാരുടെ യുദ്ധതന്ത്രമാണ് മായായുദ്ധം. അപ്പോൾ ആ ഒരു യുദ്ധവും ഈ പറയുന്ന ബാർബരീകൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കൂടുതൽ ശ്രേഷ്ഠനാവാൻ വേണ്ടിയിട്ട്, ബാർബരീകന് കൂടുതൽ ശ്രേഷ്ഠനാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രീകൃഷ്ണനോട് പോയിട്ട് ശ്രേഷ്ഠനാവാൻ അല്ലെങ്കിൽ
അജയ്യനാവാൻ താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, നീ ഗുപ്തക്ഷേത്രത്തിൽ പോയിട്ട് അഷ്ടദേവതകളെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ബാർബരീകൻ ദേവതകളെ ഗുപ്തക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെട്ട അഷ്ടദേവതകൾ ബാർബരി വിഭൂതി എന്നുള്ള ഒരു അസ്ത്രം സമ്മാനിക്കുകയാണ്. ചില ഗ്രന്ഥങ്ങളിൽ ഈ അസ്ത്രം സമ്മാനിക്കുന്നത് മഹാദേവനാണ്, അതായത് പരമശിവനാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും വിഭൂതി എന്നുള്ളൊരു അസ്ത്രം ഈ ബാർബരീകന് ലഭിക്കുകയാണ്. വിഭൂതി എന്നുള്ള അസ്ത്രം യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് ഒരസ്ത്രമല്ല, അത് 3 അസ്ത്രമാണ്. ആ അസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക, ആ അസ്ത്രം എയ്യുമ്പോൾ ആ അസ്ത്രത്തെ ആർക്കും കാണുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഒരസ്ത്രം കണ്ടാൽ മാത്രമേ ഓപ്പോസിറ്റ് നിൽക്കുന്ന യുദ്ധം ചെയ്യുന്ന ആൾക്ക് ആ അസ്ത്രത്തെ തടുക്കാനായിട്ട് മറ്റൊരസ്ത്രം തിരിച്ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ അസ്ത്രത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഈ അസ്ത്രം എയ്യുന്നത് ആർക്കും കാണാനായിട്ട് സാധിക്കില്ല. എയ്യുന്നതും കാണാൻ സാധിക്കില്ല, ഈ അസ്ത്രവും കാണാൻ സാധിക്കില്ല. അത് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, വിഭൂതി എന്നുള്ള ഒരു അസ്ത്രമായിട്ടാണ് ഇതിനെ പറയുന്നത് എങ്കിലും ഇത് യഥാർത്ഥത്തിൽ 3 അസ്ത്രമാണ്. അതായത് ഒന്നാമത്തെ അസ്ത്രം, വിഭൂതി എന്നുള്ളതിൽ ഒന്നാമത്തെ അസ്ത്രം ചെയ്യുന്നത് ആരെയാണോ പരാജയപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആരെയൊക്കെയാണോ വധിക്കേണ്ടത് അവരെയൊക്കെ അടയാളപ്പെടുത്തും. ഇനി അതിനുശേഷം രണ്ടാമതൊരസ്ത്രം കൂടി ചെയ്യും. ആ അസ്ത്രം ചെയ്യുന്നത് ആരെയാണോ സംരക്ഷിക്കേണ്ടത് അവരെ അടയാളപ്പെടുത്തും. ഇനി മൂന്നാമത്തെ അസ്ത്രം എയ്യുമ്പോൾ ആ അസ്ത്രം ചെയ്യുന്നത് ആരെയാണോ വധിക്കേണ്ടത് അവരെ എല്ലാം പോയിട്ട് വധിക്കും. ഈ വധം കഴിഞ്ഞതിന് ശേഷം ഈ അസ്ത്രങ്ങൾ 3ഉം ബാർബരീകൻ്റെ കയ്യിലേക്ക് തിരികെ വരും. അതാണ് വിഭൂതി എന്നുള്ള ഈ ഒരു അസ്ത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ അസ്ത്രം ഇദ്ദേഹം കൈക്കലാക്കുകയല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിനൊരു വരമായിട്ട് അഷ്ടദേവതകളോ അതല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങൾ പറയുന്ന പോലെ മഹാദേവനോ നൽകിയതാണ്. അപ്പോൾ ഈ ഒരു അസ്ത്രം ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഈ ഒരു അസ്ത്രം ഉപയോഗിച്ചാണ് മഹാഭാരത യുദ്ധം തന്നെ ഇദ്ദേഹം അവസാനിപ്പിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം പറയാം. അതായത് മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഭീമസേനൻ കാട്ടിലേക്ക് പോകുന്നുണ്ട് ഘടോത്കചനെ കാണുവാൻ വേണ്ടിയിട്ട്. അതായത് യുദ്ധത്തിൽ പാണ്ഡവരെ സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഭീമസേനൻ തൻ്റെ മകനായ ഘടോത്കചനെ കാണുവാനായിട്ട് പോകുന്നത്. പക്ഷേ യാത്രാമധ്യയിൽ വെച്ചിട്ട് ബാർബരീകനും ഭീമസേനനും കാണുകയും അവരെ തർക്കത്തിലേർപ്പെടുകയും ബാർബരീകനും ഭീമസേനനുമായിട്ട് ഹസ്തയുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ആ യുദ്ധത്തിൽ ഭീമസേനന് ബാർബരീകനെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയുന്നില്ല. ഭീമസേനൻ എത്രയും ശക്തനാണ് എന്ന് നമുക്കറിയാം, പക്ഷേ ഭീമന് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഭീമസേനൻ ചോദിക്കുകയാണ്, നീ ആരാണ് അല്ലെങ്കിൽ നിൻ്റെ കുലം ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാർബരീകൻ പറയുകയാണ്, ഞാൻ ഘടോത്കചൻ്റെ പുത്രനാണ് എന്ന്. അപ്പോഴാണ് ഭീമസേനന് മനസ്സിലാകുന്നത് തൻ്റെ മകൻ്റെ മകനാണ് ഇവനെന്ന്. വളരെ സന്തോഷവാനായിട്ട് ഭീമസേനൻ പറയുകയാണ്, ഞാൻ നിൻ്റെ മുത്തച്ഛനാണ് എന്ന്. അപ്പോഴാണ് ബാർബരീകനും ഈ സത്യം അറിയുന്നത്. അങ്ങനെ ഇവർ ഘടോത്കചനെ പോയി കാണുകയാണ്. കണ്ടു കഴിഞ്ഞ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാണ്ഡവരോടൊപ്പം നിൽക്കാനായിട്ട് ഭീമസേനൻ ഇരുവരെയും ക്ഷണിക്കുകയാണ്. അങ്ങനെ ഭീമസേനൻ മടങ്ങിക്കഴിയുമ്പോൾ മൗർവി, അതായത് ബാർബരീകൻ്റെ അമ്മ ബാർബരീകനോട് ചോദിക്കുകയാണ്, നീ മഹാഭാരത യുദ്ധത്തിന് പോകുന്നുണ്ടെങ്കിൽ നീ ഏത് ഭാഗത്ത് നിന്നാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ബാർബരീകൻ യുദ്ധം ചെയ്യേണ്ടത് പാണ്ഡവരുടെ പക്ഷത്ത് നിന്നാണല്ലോ. പക്ഷേ മൗർവി ഈ ചോദ്യം ചോദിക്കുമ്പോൾ ബാർബരീകൻ പറയുന്നത്, എവിടെയാണോ സേനാബലം കുറവുള്ളത് അവിടെ നിന്ന്, അല്ലെങ്കിൽ അശക്തരായിട്ട് തോന്നുന്നത് ആരാണോ അവിടെ, ആ ഒരു ഭാഗത്ത് നിന്നായിരിക്കും ഞാൻ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാണ്ഡവരുടെ ഭാഗത്ത് നിന്നായിരിക്കും ഇദ്ദേഹം യുദ്ധം ചെയ്യുക എന്നാണ് അമ്മ കരുതുന്നത്. കാരണം ശക്തിയിൽ കൗരവരേക്കാൾ പിന്നിലാണ് പാണ്ഡവരെ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ്. അപ്പോൾ തീർച്ചയായിട്ടും മൗർവി വിചാരിക്കുന്നത് പാണ്ഡവ സേനയിൽ നിന്നിട്ട് യുദ്ധം ചെയ്യുമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ബാർബരീകൻ പറഞ്ഞതിന് മറ്റൊരർത്ഥമുണ്ട്. അതായത് യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ പാണ്ഡവ സൈന്യത്തിൽ നിന്നായിരിക്കും തീർച്ചയായിട്ടും ബാർബരീകൻ യുദ്ധം ആരംഭിക്കുക. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിഭൂതി എന്നുള്ള അസ്ത്രം എയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കൗരവ സേന പാണ്ഡവ സേനയേക്കാൾ ബലഹീനരാകും. അപ്പോൾ എന്തായിരിക്കും ഇദ്ദേഹം ചെയ്യുക? നേരെ കൗരവ പക്ഷത്തേക്ക് ചേരും. ശക്തി കുറവുള്ളവരെവിടെയാണോ അവിടെ നിന്നാണ് താൻ യുദ്ധം ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൗരവരെ പിന്നിലേക്ക് പോകുമ്പോൾ കൗരവ പക്ഷത്ത് നിന്ന് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യും. അപ്പോൾ പാണ്ഡവ സേനയിലും ഒരുപാട് പേര് മരിക്കുകയും പാണ്ഡവസേന ചെറുതാവുകയും ചെയ്യും. അങ്ങനെ ബാർബരീകൻ അവിടെയും ഇവിടെയും യുദ്ധം ചെയ്ത് എല്ലാ യോദ്ധാക്കളെയും അദ്ദേഹം വധിക്കുകയും
മഹാഭാരത യുദ്ധത്തിൽ ആകെ ഒരൊറ്റ വ്യക്തി അവശേഷിക്കുകയും ചെയ്യും. അത് ബാർബരീകൻ മാത്രമായിരിക്കും. അതാണ് ബാർബരീകൻ വിചാരിച്ചിരുന്നത്. ഇതിനുള്ള കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത് രണ്ടുപേരുടെയും, അതായത് പാണ്ഡവരുടെ പക്ഷത്തും കൗരവരുടെ പക്ഷത്തും അധർമ്മം പ്രവർത്തിച്ചവരുണ്ട്, അല്ലെങ്കിൽ രണ്ടു പേരുടെയും പക്ഷത്ത് അധർമ്മമുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയായിരുന്നു കൃഷ്ണൻ്റെ ജ്യേഷ്ഠനായ ബലരാമനും മഹാഭാരത യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള കാരണം. അതായത് രണ്ട് പക്ഷത്തും അധർമ്മമുണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ട് പക്ഷത്തും യുദ്ധം ചെയ്യില്ല എന്നുള്ള രീതിയായിരുന്നു കൃഷ്ണൻ്റെ ജ്യേഷ്ഠനായ ബലരാമൻ എടുത്തത്. ഇതുപോലെ തന്നെ എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ബാർബരീകൻ എടുത്തത്. അതായത് രണ്ട് പക്ഷത്തു നിന്നും ഞാൻ യുദ്ധം ചെയ്യും എന്നുള്ള രീതി. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയ ശ്രീകൃഷ്ണന് തോന്നുകയാണ്, ഈ യുദ്ധത്തിൽ ബാർബരീകൻ പങ്കെടുക്കുകയാണ് എങ്കിൽ യുദ്ധാവസാനം യുദ്ധഭൂമിയിൽ അവൻ മാത്രമാകും. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ തീർച്ചയായിട്ടും അവൻ പങ്കെടുക്കരുത് എന്ന് ശ്രീകൃഷ്ണൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ യുദ്ധഭൂമിയിൽ അവൻ മാത്രമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവനാകും രാജാവ്. കാരണം ഭീമൻ്റെ മകൻ്റെ മകനാണ്. അപ്പോൾ രാജാവാവാനായിട്ട് അവൻ യോഗ്യനുമാണ്. അങ്ങനെ രാജാവാവുകയാണ് എങ്കിൽ പിന്നെ രാക്ഷസ ഭരണമായിരിക്കും ഉണ്ടാവുക. കാരണം എന്താണ്, ഈ ഘടോത്കചനും മൗർവിയും രാക്ഷസ വംശത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഒരു രാക്ഷസനായിരിക്കും എന്താണ് രാജാവാവുക. അപ്പോൾ ഒരു രാക്ഷസ ഭരണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ഒരു തന്ത്രം മെനയുകയാണ്. അതായത് ശ്രീകൃഷ്ണൻ ബാർബരീകൻ അടുത്തേക്ക് ചെല്ലുകയും ബാർബരീകനോട് ചോദിക്കുകയും ചെയ്യുന്നു, നീ ഏത് ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുമെന്ന്. അപ്പോൾ മാതാവിനോ നൽകിയതുപോലെ തന്നെയുള്ള മറുപടിയാണ് ശ്രീകൃഷ്ണനും ബാർബരീകൻ നൽകുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ്, നിന്റെ യുദ്ധതന്ത്രങ്ങൾ എനിക്കൊന്ന് കാണണം, അല്ലെങ്കിൽ നിന്റെ കഴിവ് എനിക്കൊന്ന് മനസ്സിലാക്കണം. അതിനാൽ നീ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്യണമെന്ന് പറയുകയാണ്. ശേഷം ഒരു മരം കാണിച്ച് കൊടുത്തിട്ട്, ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തിട്ട്, ആ വൃക്ഷത്തിലെ ഇലകളിലെല്ലാം നീ നിന്റെ വിഭൂതി എന്നുള്ള അസ്ത്രം ഉപയോഗിച്ച് സുഷിരങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറയുകയാണ്. എന്നാൽ ആ മരത്തിലെ ഒരു ഇല മാത്രം ശ്രീകൃഷ്ണൻ തൻ്റെ കാലിന് താഴെയായി ഒളിപ്പിച്ചു വെക്കുന്നു. ശേഷം ബാർബരീകൻ അസ്ത്രം എയ്യുന്നു. വിഭൂതി എന്നുള്ള ഈ ഒരു അസ്ത്രം എയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ അസ്ത്രം ചെയ്യുന്നത് എന്താണ്, ആരെയാണോ പരാജയപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആർക്ക് നേരെയാണോ ഇത് ചെല്ലേണ്ടത് അവരെ എല്ലാം ഇത് സെലക്ട് ചെയ്യും. അങ്ങനെ ആ മരത്തിലെ ഇലകളെ എല്ലാം ഇത് സെലക്ട് ചെയ്യുകയാണ്. ശേഷം ആ ഒരു അസ്ത്രം ശ്രീകൃഷ്ണന് കാലിന് താഴെ വട്ടമിട്ട് കറങ്ങുകയാണ്. അപ്പോൾ ബാർബരീകന് കാര്യം മനസ്സിലാകുന്നു, അതായത് ശ്രീകൃഷ്ണന് കാലിന് താഴെയായിട്ടൊരു ഇലയുണ്ട് എന്ന്. അപ്പോൾ ശ്രീകൃഷ്ണനോട് ബാർബരീകൻ പറയുകയാണ്, അങ്ങയുടെ കാലെടുത്ത് അങ്ങ് മാറ്റണം, അങ്ങയുടെ കാലിന് കീഴിലായിട്ടൊരു ഇലയുണ്ട്, ആ ഇലയിൽ സുഷിരമിടണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് കാലെടുത്ത് മാറ്റണം എന്ന് പറയുകയാണ്. പക്ഷേ ശ്രീകൃഷ്ണൻ അതിന് കൂട്ടാക്കുന്നില്ല. കൃഷ്ണൻ പറയുകയാണ്, ഞാൻ ഈ കാല് പിന്നോട്ട് എടുക്കണമെങ്കിൽ നീ പകരം എനിക്ക് എന്ത് നൽകും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാർബരീകൻ പറയുകയാണ്, അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ നൽകുമല്ലോ. കാരണം അത്രയേറെ ശ്രീകൃഷ്ണനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു അസ്ത്രം തന്നെ ഇദ്ദേഹത്തിന് ലഭിക്കാനായിട്ട് കാരണക്കാരൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ഗുപ്തക്ഷേത്രത്തിൽ പോകുന്നതും തപസ് ചെയ്യുന്നതുമല്ല. അപ്പോൾ അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ നൽകുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ്, എനിക്ക് നിൻ്റെ ശിരസാണ് വേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ സന്തോഷത്തോടെ ബാർബരീകൻ പറയുകയാണ്, സമ്മതം എന്ന് പറയുന്നു. ശേഷം ഒരു ആഗ്രഹം ഇദ്ദേഹം പ്രകടിപ്പിക്കുന്നു, അങ്ങയുടെ സുദർശന ചക്രം കൊണ്ട് അങ്ങ് തന്നെ എന്നെ വധിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ചിട്ട് ബാർബരീകനെ വധിക്കുകയാണ്. വധിക്കുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി ശ്രീകൃഷ്ണനോട് ബാർബരീകൻ പറയുന്നുണ്ട്, മഹാഭാരത യുദ്ധം മുഴുവനായിട്ടും എനിക്ക് ദർശിക്കണം, അതിനുള്ള ഒരു അവസരവും അങ്ങ് ഉണ്ടാക്കി തരണമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ ബാർബരീകൻ്റെ ആഗ്രഹം പോലെ ശിരസ് ഛേദിച്ചതിന് ശേഷം മഹാഭാരത യുദ്ധം പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്ന ഒരു മലയുടെ മുകളിൽ ബാർബരീകൻ്റെ തല പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ മഹാഭാരത യുദ്ധം മുഴുവനായി കാണുവാനായിട്ട് ബാർബരീകന് സാധിക്കുകയാണ്. അപ്പോൾ വളരെയേറെ ശക്തനായ യോദ്ധാവായിരുന്നിട്ട് കൂടി ബാർബരീകന് യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം മരിക്കുകയാണ്, അല്ലെങ്കിൽ വധിക്കപ്പെടുകയാണ് ചെയ്തത്. ഇനി ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെടുകയുള്ളൂ ബാർബരീകന് എന്നുള്ളൊരു ശാപം ബാർബരീകന് മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബാർബരീകൻ പൂർവ്വജന്മത്തിൽ ഒരു യക്ഷനായിരുന്നു. അപ്പോൾ ദാനവന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ നിൽക്കുന്ന ആ ഒരു സമയത്ത്, ദാനവന്മാർ എന്ന് പറഞ്ഞാൽ അസുരന്മാർ, അപ്പോൾ അസുരന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ നിൽക്കുന്ന ഒരു സമയത്ത് യക്ഷന്മാർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും അസുരന്മാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ബാർബരീകൻ്റെ പൂർവ്വജന്മത്തിലെ ആ ഒരു യക്ഷൻ പറയുകയാണ്, ഇതിന്
മഹാവിഷ്ണുവിൻ്റെ ആവശ്യമൊന്നുമില്ല, ദാനവന്മാരെ വധിക്കാനായിട്ട് ഞാൻ മാത്രം മതി, മഹാവിഷ്ണുവിൻ്റെ ആവശ്യമില്ല എന്ന് വളരെയധികം ധാർഷ്ട്യത്തോടെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ബ്രഹ്മദേവൻ ഇയാൾക്ക്, ഈ ഒരു യക്ഷന് ഒരു ശാപം നൽകുകയാണ്. നീ മഹാവിഷ്ണുവിൻ്റെ കൈകളാൽ വധിക്കപ്പെടണം എന്നുള്ള രീതിയിൽ ഒരു ശാപം നൽകുകയാണ്. അപ്പോൾ ഈ ഒരു ശാപത്തെ തുടർന്നാണ് ഭൂമിയിൽ ഈ ഘടോത്കചൻ്റെയും അതുപോലെ തന്നെ മൗർവിയുടെയും പുത്രനായിട്ട് ഇദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ ശ്രീകൃഷ്ണൻ വധിക്കുന്നതിലൂടെ ഇദ്ദേഹത്തിന് ശാപമോക്ഷം ലഭിക്കുകയും ഇദ്ദേഹം തിരിച്ച് യക്ഷനായിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി എന്തുകൊണ്ട് ഭീമൻ്റെ കൊച്ചുമകനായ ബാർബരീകൻ്റെ പേര് എങ്ങും പരാമർശിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് എങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതായത് മഹാഭാരതത്തിലെ ബാർബരീകനെ പറ്റിയിട്ട് ഒരു തരത്തിലും പറയുന്നില്ല. മറിച്ച് സ്കന്ദപുരാണത്തിൽ മഹാഭാരത യുദ്ധം പരാമർശിക്കുന്ന ആ ഒരു ഇടത്തിലാണ് ബാർബരീകനെ കുറിച്ചിട്ട് പരാമർശം ഉള്ളൂ. അപ്പോൾ മഹാഭാരതം വായിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മഹാഭാരതത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ബാർബരീകൻ എന്നുള്ള കഥാപാത്രത്തെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹത്തെ പറ്റി അറിയണമെങ്കിൽ തീർച്ചയായിട്ടും സ്കന്ദപുരാണം വായിക്കണം. സ്കന്ദപുരാണത്തിലെ മഹാഭാരതം യുദ്ധം നടക്കുന്ന ആ ഒരു ഏരിയ വായിക്കണം. എങ്കിൽ മാത്രമേ ഭീമൻ്റെ കൊച്ചുമകനായ ബാർബരീകനെ കുറിച്ചിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ കൂടെയും മഹാഭാരത യുദ്ധത്തിലെ അതിശക്തനായിട്ടുള്ളൊരു യോദ്ധാവായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു യോദ്ധാവായിരുന്നു ബാർബരീകൻ. ഇനി മറ്റൊരു കാര്യം എനിക്കിവിടെ പറയാനുണ്ട്. അതായത് യുദ്ധശേഷം പാണ്ഡവർ വിജയിച്ചതിന് ശേഷം ബാർബരീകനെ കാണുവാനും അനുഗ്രഹം മേടിക്കുവാനും ഇവർ മലയുടെ മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് ബാർബരീകനെ കാണുന്ന സമയത്ത് ബാർബരീകൻ പറയുകയാണ്, അതായത് എനിക്ക് നിങ്ങളെ ആരെയും മഹാഭാരത യുദ്ധത്തിൽ കാണാനായിട്ട് സാധിച്ചില്ല. ഞാൻ കണ്ട ഓരോ വ്യക്തിയും ശ്രീകൃഷ്ണനാണ്. അതായത് വധിക്കപ്പെടുന്നതും വധിക്കുന്നതും ഒരാൾ തന്നെ ശ്രീകൃഷ്ണനാണ്. എനിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ മാത്രമേ എനിക്ക് യുദ്ധത്തിൽ കാണാൻ സാധിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാഭാരത യുദ്ധത്തിന് ശേഷം ഗാന്ധാരി, അതായത് കൗരവരുടെ മാതാവായ ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശാപവാക്കുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കൃഷ്ണൻ ഗാന്ധാരിയോട് പറയുന്നുണ്ട്, മഹാഭാരത യുദ്ധത്തിലെ ഓരോ വ്യക്തിയുടെയും സംഘർഷങ്ങളും അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും വേദനയും ഞാനാണ് അനുഭവിച്ചത് എന്ന്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ബാർബരീകനെ ഒരു ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ ശ്രീകൃഷ്ണൻ എന്തിനു വേണ്ടിയിട്ടാണ് ആ മലയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. അതായത് മഹാഭാരത യുദ്ധത്തിലെ എല്ലാ സംഘർഷങ്ങളും എല്ലാ വേദനകളും ശ്രീകൃഷ്ണനാണ് അനുഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനൊരു തെളിവ് എന്നുള്ള രീതിയിലാണ് ബാർബരീകനെ ആ മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ശ്രീകൃഷ്ണൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബാർബരീകൻ്റെ കഥ ശരിക്കും മഹാഭാരതത്തിൽ ഒട്ടും തന്നെ പരാമർശിക്കുന്നില്ല. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല നോർത്ത് ഇന്ത്യയിലും നേപ്പാളിലുമൊക്കെ ഗാണ്ടു ശ്യാം എന്നുള്ള പേരിൽ ആരാധിച്ചു പോരുന്നതും ഈ പറയുന്ന ബാർബരീകനെ തന്നെയാണ്. മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകളെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബാർബരീകനെ ഒഴിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ മഹാഭാരത യുദ്ധം എടുക്കുകയാണെങ്കിൽ ആരും പരാമർശിക്കാത്ത എന്നാൽ അതിശക്തനായിട്ടുള്ള ഒരു യോദ്ധാവ് കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക. എന്നാൽ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എങ്കിൽ ആ യുദ്ധം അവസാനിക്കുമ്പോൾ അദ്ദേഹം മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുവാനായിട്ട്, കാര്യങ്ങളൊക്കെ അറിയുവാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.